എപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്ത് നിന്ന് 1000 രൂപ കടം വാങ്ങിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യ അച്ഛാ. ആ കടവല്ല, ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛനാ പറഞ്ഞത് നേരാ. ഈ ഇടവകകളെ ഏറ്റവും നന്നായി ഒരുങ്ങി വരുന്നത് ഞാനാ. എടാ മോനെ, നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്നാ അച്ഛാ പള്ളിയിൽ ഫുഡ് ഉണ്ടായിരുന്നത്? ഓണത്തിനല്ലേ? അന്നാണെന്നാ തോന്നുന്നത്. ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാൻ നീ ആര്? മാവേലി? നിന്റെ കാര്യം എന്തായാലും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല അച്ഛാ, ഭയങ്കര തിരക്കാ. രാവിലെ ബാഡ്മിന്റൺ ക്ലാസ്, ട്യൂഷൻ, ഉച്ചയ്ക്ക് ഡാൻസ് ക്ലാസ്, ഒട്ടും സമയമില്ല. ചുരുക്കം പറഞ്ഞാൽ അതിനിടയിൽ ഒഴിവാക്കാൻ പറ്റിയത് പള്ളിയും കുർബാനയും മാത്രമാണെന്ന് അർത്ഥം. അപ്പോ നീയോ? അച്ഛാ, ഞാൻ പള്ളിയിൽ വരാറുണ്ട്. അച്ഛൻ കാണാത്തെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നിന്നെ പള്ളി മുമ്പിൽ തന്നെ കണ്ടോണം. മക്കളെ, ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഞാൻ പറഞ്ഞ ഇവർക്കൊട്ടും അനുസരണയില്ല. അതിന് നിങ്ങളെ എല്ലാ ഞായറാഴ്ചയും വരാറുണ്ടോ? ഇല്ല അച്ഛ, സൗകര്യമൊത്ത് വരുമ്പോ ഒക്കെ വരാറുണ്ട്. കുടുംബ പ്രാർത്ഥന അതെങ്കിലും ഉണ്ടോ? അതങ്ങനല്ല അച്ഛാ. വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇതിനൊന്നും സമയമില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷനൊന്നും കൊടുക്കാതെ ഇതുങ്ങളെ ഒന്നിനും എത്തിക്കാൻ ഒക്കത്തില്ല. അച്ഛൻ ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കളെ, ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങും. അതാണ് ഇവിടുത്തെ റൂൾ. എന്റെ ദൈവമേ, ഇതിലും നല്ലത് ഉഗാണ്ടയായിരുന്നു. എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് എഫേസ്യൻസ് 2 മുതൽ 15 വരെ ഒന്ന് വായിച്ചേ. കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, നമ്മളിപ്പോൾ കൈത്താക്കാലത്തിലാണല്ലോ. കൈത്താക്കാലോ? അതിനിപ്പോ മഴക്കാലോ? മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേദപാഠത്തിന് വിട്ടാതെ ട്യൂഷന് വിട്ടാൽ അവരിതൊക്കെ എങ്ങനെ അറിയും? കൈത്താക്കാലം എന്നാൽ വിളവെടുപ്പിന്റെ കാലം എന്നാണ്. നമ്മളിൽ നിന്നും ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം. എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിന്റെ ഫലത്തിന്റെ പിറകെയാണ്. ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെയും നിങ്ങൾ കുർബാനയിൽ കൂടാൻ പള്ളിയിൽ വരണം. കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ അച്ഛാ? ഇതൊക്കെ നമ്മൾക്ക് പറ്റണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പലരും പേരും പെരുമയും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മക്കളെ, ദൈവത്തിലേക്ക് നയിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇനി നിങ്ങളെ എല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയ അച്ഛാ. ഇനി ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ഒന്നാം സ്ഥാനം. ഞായറാഴ്ചയും ഞങ്ങൾ പള്ളിയിൽ കണ്ടോളാം. കുടുംബ പ്രാർത്ഥനയും മുടക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു.